ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂർ കേരള സമാജത്തിന് ഓണ പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ ചോറും ഒക്കെ ആയിരുന്നേ. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ നടന്നിരിക്കുന്ന ഇത് അംബേദ്കർ ഭവനിലാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ അതിന് ഫുള്ള് മീൻസ് വലിയൊരു ഹാളാണ് കേട്ടോ. നമ്മൾ ചെന്ന അവിടെ കണ്ടതുണ്ട്, ഓണപ്പൂവൊക്കെ ഇട്ട് നമ്മുടെ ഡോക്ടർ അംബേദ്കർ ഇവിടെ ഉണ്ട്. ഓണപ്പൂവൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളീസിന് അന്നത്തെ ദിവസം നമുക്ക് ആർക്കും ഓണം ആഘോഷിക്കാൻ ഇവിടെ മറുനാടൻ മലയാളികൾക്ക് ആകത്തില്ലല്ലോ. ഇതാണ്ട് ഇവിടെയൊക്കെ മീൻസ് ഡ്രസ്സും ഒത്തിരി സെയിലിങ്ങിന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ വെള്ളിയുടെ മീൻസ് ഒത്തിരി ആഭരണങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ നറുക്കെടുപ്പുകളും ഉണ്ട് കേട്ടോ. ഈ ഭീമ ജ്വല്ലറിയുടെ പിന്നെ റിധി ജ്വല്ലറിയുടെ ഒക്കെ. ഞാൻ എല്ലാത്തിനും പോയി കുറച്ച് എഴുതിയിട്ട് ഇതാണ് നമ്മുടെ വീട്ടിൽ മാവേലി. ഓക്കെ, എല്ലാവർക്കും ഓണം കഴിക്കണം. നമ്മുടെ വീട്ടിൽ മാവര് ബാംഗ്ലൂർ നമ്മുടെ കേരള സമാജത്തിന്റെ ഓണ പ്രോഗ്രാമാണ് കേട്ടോ. ഇതാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് കണ്ടോൺമെന്റ് സോണിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ട് ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നു ചോദിച്ചാൽ ഇന്നത്തെ ദിവസം എല്ലായിടത്തും കേരള സമാജത്തിന് ഇന്ന് സൺഡേ ആണ് എല്ലായിടത്തും ഓണാഘോഷം നടക്കുന്നത്. കാരണം നമ്മളാരും ഒരുമിക്കുന്ന ഒരു ദിവസമാണല്ലോ സൺഡേ. അപ്പോൾ എല്ലാവർക്കും ഫ്രീ സെറ്റ് കിട്ടും സൺഡേ ആയതുകൊണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമാണ് കേട്ടോ. ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനൊരു 12 o'clock ആയപ്പോഴാണ് പോയത്. പിന്നെ അകത്തൊന്നും ഞാൻ അധികം കയറിയില്ല. ഇത് കണ്ടോ, ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളല്ല, ചെറിയ പ്രോഗ്രാംസ്. മീൻസ് മെയിൻ പ്രോഗ്രാംസൊക്കെ ഈവനിങ് ആണ്. ഇതുകൊണ്ട് ഞാനിപ്പോഴത്തെ ഇതെന്താണെന്നറിയാവോ, ഇത് റൗണ്ട് ചെയ്യുന്ന സെൽഫിയാണ്. നമ്മളോട് നിന്നാൽ മതി, ഈ സെൽഫി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കും. ഞാനും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് മീൻസ് ഇനി ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ആ ചേട്ടൻ പോയിട്ടേ നിൽക്കുവാണേ. ഇത് കണ്ടോ, കറങ്ങുവാണ് സെൽഫി ഇങ്ങനെ. അവർ ഫ്രീ ആയിട്ട് എടുത്തു തരുന്ന കേട്ടോ. കറങ്ങി നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങുന്നത് കാണാം. പിന്നെ എനിക്കൊരു ടോക്കൺ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡ് ഫ്രീ അല്ല കേട്ടോ, നമ്മൾ പേ ചെയ്യണം. പക്ഷേ എനിക്ക് ടോക്കൺ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം നേരെ ഞാൻ ബേസ്മെൻറ്റിൽ പോകണം. നല്ല ക്യൂ ആണ് കേട്ടോ. ഇപ്പം ഞാൻ പോകുമ്പോൾ 1 മണിക്കാണ്, കറക്റ്റ് 1 o'clock അധികം ക്യൂ ഒന്നുമില്ല. അകത്ത് കയറി. ഇത് കണ്ടോ, എന്ത് ആൾക്കാരാണ് നോക്കി ഓണ ഫുഡ് കഴിക്കാൻ, ഓണച്ചോറ് ഉണ്ണാൻ. കണ്ടോ, ഭയങ്കര ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ. നമ്മളെ ക്യൂ സിസ്റ്റമായിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. ഫാമിലിനെ വിളിക്കും, കാരണം അവർ സെപ്പറേറ്റ് ഇരിക്കത്തില്ലല്ലോ. അപ്പം ഫാമിലി വിളിച്ചപ്പം ഞാനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഇത് കണ്ടോ, എല്ലാവരും ഉണ്ട്. എല്ലാം മലയാളീസാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കന്നഡക്കാരുണ്ടെന്ന് തോന്നുന്നു, കാരണം ഇവർ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരുന്നവർ. ഇത് കണ്ടോ, വലിയ ഹാളാണേ. ഞാൻ മൊത്തം വീഡിയോ അങ്ങ് എടുത്തു. നിങ്ങളൊക്കെ എനിക്കൊന്ന് കാണിക്കാമല്ലോ. കാരണം നമ്മൾ വീട്ടിലുണ്ടെന്ന പോലെയല്ലോ, പുറത്തൊക്കെ പോയി എല്ലാവരും മലയാളീസിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് നല്ല രസമില്ല. എല്ലാം മലയാളീസിനോട് സംസാരിക്കുന്നതൊക്കെ അല്ലേ. മലയാളി പൊളിയല്ലേ. അപ്പം ഞാൻ അവിടെ നോക്കിയിരുന്ന് നമ്മൾ കൂടുതലുണ്ടല്ലോ. ഇത് ഇപ്പുറത്തുണ്ട്. ഇല വന്ന് ഓരോന്ന് ഇട്ട്. ഇത് ആരാ സെർവ് ചെയ്യുന്നറിയോ? ഇവിടെ കൂടുതലും ലേഡീസാണ് കേട്ടോ. ഇതാരാ ഫുഡിൻ്റെ മീൻസ് ഇത് ചെയ്യുന്ന അങ്ങനെ എനിക്ക് അറിയില്ല. ഇത് കണ്ടോ, ലേഡീസാണ്. ഇതെല്ലാം കന്നഡക്കാരും തമിഴൻസുമാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. പപ്പടം, ചോറ് എല്ലാം ഏകദേശം നല്ലൊരു ഐറ്റം ഉണ്ട്, മീൻസ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറും കറികളൊക്കെ. ഇതുണ്ടോ, എല്ലാം ലേഡീസ് നല്ല പട്ടുസാരിയൊക്കെ ഉടുത്ത് നല്ല ഇതൊക്കെ വെച്ച്. ഇതുണ്ടോ, അപ്പുറത്തിരുന്നവരൊക്കെ കഴിക്കാൻ തുടങ്ങി. എനിക്കിനിയും വന്നിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, അപ്പം എൻ്റെ ചോറ് വന്നു. ഇത് കണ്ടോ, എൻ്റെ ഇലയിൽ കണ്ടിട്ടില്ലേ, പപ്പടം, പിന്നെ വാഴ മീൻസ് ഇത് ചോറ് വന്നു. എല്ലാ കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഐറ്റം ഉണ്ടായിരുന്നേ. ഏതാണ്ടൊക്കെ എനിക്കൊന്നിനും പകുതി പിന്നെ പേരറിയില്ല കേട്ടോ. ഞാൻ എല്ലാം ഇട്ടിട്ട് കണ്ടോ. അതിൻ്റെ ഇടയിലുണ്ടല്ലോ അവർ വൈറ്റ് റൈസ് ഇട്ടിട്ട് റെഡ് റൈസ് കൊണ്ട് വരും കേട്ടോ. അത് പിന്നെ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് റൈസ് ഇടിച്ചു കണ്ടോ, കുറച്ച് റൈസ്. അപ്പോൾ റെഡ് റൈസും ആയി, വൈറ്റ് റൈസും ആയി. എല്ലാം ആയിട്ട് എല്ലാ കറികളും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് സാമ്പാറാണ് കേട്ടോ ഒഴിച്ചത് അവർ. അല്ല സാമ്പാറിൻ്റെ കൂടെ ഇനി അവർ കൊണ്ടുപോയി നെയ്യ് ഒഴിക്കും. നമ്മുടെ നാട്ടിലെ ഓണസദ്യ അതന്നെ, ഓണസദ്യയാണ്. അതുകൊണ്ട് പായസം ഉണ്ടാകുമ്പോൾ ആ പായസം ഒഴിച്ചു. എനിക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ കഴിക്കാൻ തുടങ്ങിയേ. കാരണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ മുദ്ദ കഴിച്ചായിരുന്നു. ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സന്തോഷം. ചോറൊക്കെ കൊണ്ട് പുറത്തിറങ്ങുക കേട്ടോ. 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് അങ്ങ് വയറ് നിറഞ്ഞു കേട്ടോ. നമ്മുടെ കേരള സമാജം ഇവിടെ ഉണ്ടായത് ഒത്തിരി പേരുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ. അങ്ങനെയാണ് കേരള സമാജം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അവരതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കണ്ടോൺമെൻറ്റ് സോണുണ്ട്. അതിൽ ഒത്തിരി അതിനെക്കുറിച്ച് സ്പീച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അവർ പറയുന്നൊക്കെ ഒത്തിരി അവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പാട്ടായിട്ട് കഴിക്കാൻ പോകുന്നല്ല, നമ്മളിതിൽ ഒന്നും അല്ലായിരുന്നു. കാരണം അത്ര പേരുടെ കഷ്ടപ്പാടുകളാണ്. നമ്മളൊരു മറുനാടൻ മലയാളീസ് വന്ന് അവിടെ നമ്മളൊരു പേരെടുക്കുക എന്ന് പറയുന്നല്ലേ, ഭയങ്കരമല്ലേ.